നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു വാർത്തയെക്കുറിച്ചല്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ നെഞ്ചിൽ തുളച്ചു കയറിയ, രാജ്യമെമ്പാടുമുള്ള അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ച അതീവ ഗൗരവകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസം അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചം പുറത്തേണ്ട ഒരു പുണ്യസ്ഥലമാണ്. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഇരുട്ടിന്റെ ശക്തികൾ ഒളിച്ചിരുന്നാലോ? ഹരിയാനയിലെ ഫരീദാബാദിൽ സ്ഥിതി ചെയ്യുന്ന അൽഫലാഹ് സർവകലാശാല കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ സ്വകാര്യ മെഡിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടൊക്കെ തോന്നാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുകയാണ്. അറിവിന്റെ കേന്ദ്രമാണോ അതോ സാങ്കേതിക ഭീകരവാദ പരിശീലന ഗവേഷണ കേന്ദ്രമാണോ? രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ പ്രദേശത്ത് 12 പേരുടെ ജീവനെടുത്ത സ്ഫോടനത്തിന് നടുക്കം മാറും മുമ്പേ സുരക്ഷാ ഏജൻസികളുടെ കണ്ണുകൾ പതിഞ്ഞത് ഈ ഫരീദാബാദ് സ്ഥാപനത്തിലേക്കാണ്. ഒരിടത്തു നിന്നും പിടിച്ചെടുത്തത് വെറും ലഘുവായ വസ്തുക്കളല്ല, മറിച്ച് 2900 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളാണ്. ഈ ഭീമൻ ശേഖരം എന്തിനു വേണ്ടിയുള്ളതാണ്? ആരാണ് ഇതിന്റെ പിന്നിൽ? എവിടെ വെച്ചാണ് ഇത് നിർമ്മിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം തുടങ്ങുന്നത്. അൽഫലാഹ് സർവകലാശാലയുടെ ഉള്ളറകളിലേക്ക്. അന്വേഷണത്തിന്റെ തുടക്കം ഒരു അറസ്റ്റിൽ നിന്നായിരുന്നു. പുൽവാമ സ്വദേശിയും അൽഫലാഹ് സർവകലാശാലയിലെ മെഡിക്കൽ പ്രൊഫസറുമായിരുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ. ഈ ഒറ്റ അറസ്റ്റ് സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ വേട്ടകളിലേക്ക് ഒന്നിലേക്കാണ് വഴി തുറന്നത്. ഡോക്ടർ ഷക്കീലിന്റെ വാടകയ്ക്കെടുത്ത മുറിയിൽ പോലീസ് നടത്തിയ റെയ്ഡ് അധികാരികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വെറും സ്ഫോടക വസ്തുക്കളുടെ സാമഗ്രികൾ മാത്രമല്ല, അവിടെ 12 സ്യൂട്ട് കേസുകൾ നിറയെ ഒരു ബക്കറ്റിലുമായിട്ട് സ്ഫോടക വസ്തുക്കളൊക്കെ 20 ടൈമറുകൾ, ബാറ്ററികൾ, റിമോട്ട് കൺട്രോളുകൾ, 5 കിലോഗ്രാം ഹെവി മെറ്റൽ, ഒരു വാക്കി ടോക്കി സെറ്റ് എന്നിവയൊക്കെ അധികൃതർ കണ്ടെടുത്തു. ഈ ഉപകരണങ്ങളുടെ ശേഖരം വ്യക്തമാക്കുന്നത് ഇത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് എന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ റെയ്ഡുകളിൽ നിന്നായിട്ടാണ് ഏകദേശം 2900 കിലോഗ്രാം സ്ഫോടക വസ്തു, നിർമ്മാണ വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തത്. അപ്പൊ ചോദ്യം ഇതാണ്, ഇത്രയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും കൈകാര്യം ചെയ്യാനും ഒരു പ്രൊഫസർക്ക് എങ്ങനെയാണ് സാധിച്ചത്? പോലീസിന്റെ സംശയം സർവകലാശാലയുടെ ലബോറട്ടറികളിലേക്കാണ് നീളുന്നത്. RDX പോലെയുള്ള നൂതന സ്ഫോടക വസ്തുക്കൾ സിന്തസൈസ് ചെയ്യാനും, അതായത് നിർമ്മിച്ചെടുക്കാനും സർവകലാശാലയിലെ അത്യാധുനിക ലബോറട്ടറി സൗകര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഒരു മെഡിക്കൽ പഠന കേന്ദ്രം എങ്ങനെ സാങ്കേതിക ഭീകരവാദ പരിശീലന കേന്ദ്രമായി രൂപപ്പെട്ടു? ഈ സംശയങ്ങൾ വെറും അഭ്യൂഹങ്ങളല്ല, മറിച്ച് ഗുരുതരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നവംബർ 10 ഡൽഹി റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ പ്രദേശത്ത് നടന്ന സ്ഫോടനം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ മേലുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. 12 പേരെ കൊലപ്പെടുത്തിയ ആ സ്ഫോടനത്തിന്റെ അന്വേഷണത്തിന്റെ ചുരുൾ നിവരുമ്പോഴും വീണ്ടും അൽഫലാഹ് സർവകലാശാലയുടെ പേരാണ് ഉയർന്നു വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ ഞെട്ടിക്കുന്നതാണ്. ഈ സ്ഫോടനത്തിന്റെ പ്രധാന പ്രതികളായി സംശയിക്കുന്നത് ഫരീദാബാദിലെ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ള ഡോക്ടർ ഷഹീന ഷാഹിദ്, ഡോക്ടർ ഉമർ എന്നിവരെയാണ്. ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വന്നതോടെയാണ് ഈ സർവകലാശാലയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഭീകരവാദ ശൃംഖലയുടെ വ്യാപ്തി നമുക്ക് മുന്നിൽ വ്യക്തമായത്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ ശൃംഖലയ്ക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതും നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ, എങ്ങനെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദ ഗ്രൂപ്പിന്റെ ശ്രദ്ധാപൂർവം ഘടനാപരമായ ശൃംഖലയുടെ താവളമായിട്ട് പ്രവർത്തിച്ചു? ഇത് വെറും ഒരു സാമ്പത്തിക സഹായം മാത്രമായി കാണരുത്, മറിച്ചൊരു ടെറർ ഫാക്ടറിയായി പ്രവർത്തിച്ചു എന്നതിന്റെ സൂചനയാണിത്. ഇവിടെയാണ് ഇന്ത്യയുടെ നിലപാട് ഉറപ്പിക്കേണ്ടത്. പാകിസ്ഥാൻ അവരുടെ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അപലപനീയമാണ്. ഇന്ത്യയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഭീകരവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഈ നടപടി അയൽരാജ്യ ബന്ധങ്ങൾക്കും പ്രാദേശിക സമാധാനത്തിനും നമ്മുടെ വലിയ ഭീഷണിയെ തന്നെ കാണണം. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെയും സുരക്ഷാ ഏജൻസികളെയും നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിച്ചേ തീരൂ. കാരണം ഈ ശൃംഖലയുടെ വേരുകൾ കണ്ടെത്താൻ അവർ നടത്തിയ നിർണായകമായ ഇടപെടലുകളാണ് ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചത് എന്ന് പറയാം. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ ജാഗ്രതയും കൃത്യസമയത്തുള്ള നടപടികളും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവങ്ങൾ അടിവരയിട്ട് കാണിക്കുന്നു. ഇത്രയും ഗൗരവകരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ എന്താണ്? അൽഫലാഹ് സർവകലാശാല സ്ഥാപിതമായത് 2014 ഒരു വർഷത്തിന് ശേഷം, അതായത് 2015 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിൽ, അഥവാ നമ്മുടെ UGCയിൽ ഇതിന് അംഗീകാരം കിട്ടി. A ഗ്രേഡ് അംഗീകാരം NIC നിന്നും ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണിത്. ഈ സ്വകാര്യ
സ്വകാര്യ സർവകലാശാല പ്രവർത്തിക്കുന്നത് അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ്. ഫരീദാബാദിലെ ദൗജിലെ 70 ഏക്കർ വിസ്തൃതിയിലുള്ള ക്യാമ്പസിലാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അക്കാദമിക് ഘടനയൊന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ്, വിദ്യാഭ്യാസവും മാനവികതയും, കമ്പ്യൂട്ടർ സയൻസും നിയമവും, മെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബിരുദ, ബിരുദാനന്തര, ഡിപ്ലോമ, ഡോക്ടറൽ പ്രോഗ്രാമുകൾ വരെ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായതെന്ന് പറയുന്നത് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന 650 കിടക്കകളുള്ള അൽഫല ആശുപത്രി അടക്കം ഇവിടെയുണ്ട്. കൂടാതെ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ സർവകലാശാല കൂടാതെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെയാണ് ചോദ്യം, ഈ സ്ഥാപനത്തിന് 2014 എങ്ങനെ ഇത്ര വേഗത്തിൽ അംഗീകാരം ലഭിച്ചു? UGCയും NAACയും ഗ്രേഡ് നൽകുമ്പോൾ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ചോ അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ ജീവനക്കാരുടെയും പ്രൊഫസർമാരുടെയും പശ്ചാത്തലത്തെക്കുറിച്ചോ ഒക്കെ കൃത്യമായ സൂക്ഷ്മ പരിശോധനകൾ നടന്നിരുന്നില്ലേ? ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഭീകരവാദത്തിനുള്ള സാങ്കേതിക പരിശീലനം നൽകാൻ സാധിച്ചത്? ഇതിന്റെ ഉടമസ്ഥർ ആരാണ്? അവരുടെ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസപരമായത് മാത്രമായിരുന്നോ? ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതി, സാമ്പത്തിക സ്രോതസ്സുകൾ, പ്രത്യേകിച്ചും മെഡിക്കൽ ലാബോറട്ടറികളുടെ ഉപയോഗം എന്നിവയൊക്കെ അതീവ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടതുണ്ട്. അറിവിന്റെയും ചികിത്സയുടെയും മറവിൽ നടന്നേക്കാവുന്ന ഈ ദേശവിരുദ്ധ പ്രവർത്തനം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഒരു കളങ്കമാണ്. അൽഫല സർവകലാശാലയെ കുറിച്ചുള്ള അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സ്ഥാപനം വെറും ഒരു യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിച്ചതാണോ, അതോ ഭീകരവാദികൾക്ക് ആധുനിക സാങ്കേതിക പരിശീലനം നൽകാനുള്ള ഒരു ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററായി പ്രവർത്തിക്കുകയായിരുന്നു? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ള ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. കൂടാതെ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണ സാമഗ്രികൾ ഇവിടെ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ തെളിവുകളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഒരു വലിയ ഭീഷണിയായി തന്നെയാണ് ഉയർത്തുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷാ ഏജൻസികളും നടത്തുന്ന ഈ നീക്കങ്ങൾ ഭീകരവാദത്തിന്റെ വേരെറുക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതാണ്. ഇന്ത്യയുടെ മണ്ണിൽ ഭീകരതയുടെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്ന ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഓരോ ഇന്ത്യക്കാരനും അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചേ തീരൂ. ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: ജാഗ്രത. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നമ്മുടെ യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അൽഫല സർവകലാശാലയുടെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? കാലം ഉത്തരം നൽകും. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീഷണിയെ നേരിടാനായി തയ്യാറായി തീരൂ. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.